അയ്യപ്പൻ അങ്ങനെ ഒരു അമ്പലം ശബരിമല ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പലയിടത്തും നമ്മൾ ദാരിദ്ര്യം കൊണ്ട് കൈ കഴിയാനായിരുന്നു ഇല്ലേ. അവിടുത്തെ വരുമാനമാണ് ഇവിടുത്തെ മെയിൻ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് സ്വത്തായിട്ട് കണക്കാക്കുന്നത്. ഹിന്ദുക്കളായിരുന്നാലും ക്രിസ്ത്യാനികളായിരുന്നാലും മുസ്ലിങ്ങൾക്കായിരുന്നാലും അവർക്ക് അവരുടേതായ വിശ്വാസം. തീർച്ചയായിട്ടും ആർക്കും അതിനെ ചോദ്യം ചെയ്യാനോ അവരിലേക്ക് കൈകെടുത്താനോ ഒരു അവകാശവും. പക്ഷേ ഈ അയ്യപ്പനെ മാത്രം ഇങ്ങനെ ഇട്ട് എന്തിനാ കഷ്ടപ്പെടുത്തുന്നതെന്നുള്ളത് എനിക്കറിയില്ല. എന്തിനും ഏതിനും അയ്യപ്പൻ പാവമല്ലേ അദ്ദേഹത്തിന് വിട്ടൂടെ ഒന്ന് ഇനിയെങ്കിലും. നമസ്കാരം അതുല്യ. നമസ്കാരം ചേച്ചി. ഇന്നിപ്പോൾ ഒരു ചർച്ച എന്ന് പറയുന്നത് കുറച്ച് ദിവസമായി, അതായത് നമ്മുടെ ശബരിമല ഇനിയിപ്പോൾ അടുത്ത സീസണൊക്കെ അടുക്കുകയാണ്. ശബരിമല സീസൺ അടുത്തത് കൊണ്ട് മാത്രമല്ല, അല്ലാതെ നമ്മുടെ അയ്യപ്പന് പ്രശ്നങ്ങളാണ്. അയ്യപ്പന് പ്രശ്നം സാധാരണ എല്ലാവരും പറയും ശനിദോഷത്തിന് പരിഹാരം അയ്യപ്പ ക്ഷേത്രത്തിൽ പോയാൽ മതി എന്നാണ്. പക്ഷെ പാവം ഇപ്പൊ അയ്യപ്പനാണ് ശനി പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എവിടെ പോണോന്ന് പാവത്തിന് അറിയില്ല. കാരണം ശബരിമല പ്രശ്നങ്ങളുടെ മീതെ പ്രശ്നം എന്തെടുത്തിരുന്നാലും എല്ലാവരും ഇപ്പൊ പിടിക്കുന്നത് എവിടെയാണ്? ശബരിമല. ഇപ്പൊ ശബരിമലയിൽ നിന്ന് ഇടയ്ക്ക് ഇപ്പോൾ അടുത്ത കാലത്തായി കേട്ട കാര്യമാണ് എന്തോന്ന്, അവിടുത്തെ 2 ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ അവർ വീണ്ടും കൊണ്ടുവന്ന് എത്രയോ വർഷത്തെ ഗ്യാരണ്ടി കൊടുത്ത സാധനമാണ് വീണ്ടും കൊണ്ടുപോയി. സർക്കാർ പറയുന്നു സർക്കാർ ഇതറിഞ്ഞില്ല, ദേവസ്വം ബോർഡുകാർ പറഞ്ഞു ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല. നമ്മൾ ചോദിക്കേണ്ട ആരോടാ? നമ്മളോട് തന്നെ ചോദിക്കണം. അവർക്കറിയില്ല. അവർക്ക് സംഗമങ്ങൾ, മറ്റുള്ള പുനരുദ്ധാരണം, അവിടുത്തെ അതായത് എങ്ങനെ പണം അവിടെ നിന്ന് തട്ടിയെടുക്കാം നമ്മൾ. കാരണം പല ജനങ്ങളുടെ അടുത്തും നമ്മൾ 2-3 പബ്ലിക് ഒപ്പീനിയൻസ് എടുത്തായിരുന്നു ചേച്ചി. അപ്പോൾ ഞങ്ങൾ പലരുടെ അടുത്തും ചോദിച്ചതാണ്, ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എന്താണ് ഗുണം? ഒന്നുമില്ല. ഇനിയിപ്പോ അടുത്തൊരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ജനങ്ങളുടെ കണ്ണിലൊന്ന് പൊടിയിട്ട് കുറച്ച് വോട്ട് നേടാം, ഭക്തരുടെ വോട്ടൊന്ന്. ഒരാൾ ലോക അയ്യപ്പ സംഗമം, മറ്റത് ആഗോള അയ്യപ്പ സംഗമം, അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സമിതി. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യപ്പനെ സംരക്ഷിക്കാൻ അയ്യപ്പനെ അറിയാം, അയ്യപ്പന് നന്നായിട്ട് അറിയാം അയ്യപ്പൻ. അതുകൊണ്ടാണല്ലോ ഈ നാട്ടിലൊന്നും ഇരിക്കാണ്ട് പുള്ളി പോയി കാട്ടിലിരിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെയും സ്വയം കൊടുക്കില്ല. അവിടെ നിന്ന് ഇപ്പൊ സ്വർണ്ണപ്പാളികള് അതിന്റെ പുനരുദ്ധാരണത്തിന് കൊടുത്ത്, അല്ലെങ്കിൽ ആ ഒരു സ്പോൺസർ ചെയ്ത വ്യക്തിയുടെ വീട്ടിൽ തന്നെ ആ സ്വർണ്ണം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ഉത്തരവാദിത്വമാണ് നമ്മുടെ സർക്കാരിനുള്ളത്? അതെ അതെ, സർക്കാരിനായിരുന്നാലും ദേവസ്വം ബോർഡിനായിരുന്നാലും എന്ത് ഉത്തരവാദിത്വമാണ് ഇരിക്കുന്നത്? ഒന്നുമില്ല. ഇതിൽ എന്ത് സാധനം എങ്ങോട്ട് പോകണം, ആര് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല. കോടതി ചോദിക്കുമ്പോഴത്തേക്ക് സർക്കാർ പറയുന്നത് ദേവസ്വം ബോർഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദേവസ്വം ബോർഡാണ് തിരിച്ചു പറയും. ദേവസ്വം ബോർഡ് പറയും ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഇന്നലെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്, അങ്ങനെ തന്നെയാണ് ചെയ്തത്, മാറ്റമില്ല. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇപ്പൊ താരമായിട്ട് നിൽക്കുന്നത്. എന്താ പുള്ളിക്കാരി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? എന്താ പുള്ളിക്കാരന്റെ വീട്ടിലാണ് ഇപ്പൊ ഈ സാധനം ഇരിക്കുന്നത്. അദ്ദേഹം അതിന് പകരമായിട്ട് ഇപ്പൊ പറയുന്നത് മാളികപ്പുറത്തിന് ഒരു മാല കൊടുക്കാം, അല്ലെങ്കിൽ അയ്യപ്പന് പകരത്തിനെന്ത്. ഈ പകരത്തിന് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത്രയും ജനങ്ങളുടെ വിശ്വാസങ്ങളെയാണ് ചവിട്ടി മെതിക്കുന്നത്. അതിപ്പം നമ്മളിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. നമ്മൾ ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ തുടങ്ങിയ ആ ഒരു സംഭവം തൊട്ട് കാണുന്നതാണ് എന്ത് വിശ്വാസമാണ് ഉണ്ടായിരുന്നതെന്ന്. മാത്രമല്ല നമുക്കറിയാം, രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മാലയിട്ട് മല കയറുന്നവരെല്ലാം യഥാർത്ഥ ഭക്തന്മാരല്ല എന്നുള്ള പരാമർശം പോലും നടത്തിയ മന്ത്രിമാരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് എനിക്ക് പറയാം. ഇവര് സ്ത്രീകളെ കയറ്റിയപ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് ആ പുള്ളിക്കാരത്തി ബിന്ദു അമ്മിണിയൊക്കെ എവിടെയാണെന്ന് അറിയില്ല കേട്ടോ, എന്ത് പ്രശ്നമാണെന്നൊന്നും അറിയില്ല. പക്ഷെ അന്ന് വിശ്വാസങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിച്ച സർക്കാർ ഇന്ന് അയ്യപ്പന് ആഗോള സംഗമം സൃഷ്ടിക്കുന്നു. ശബരിമലയിൽ എന്തോ വികസനം കൊണ്ടുവരാനെന്നുള്ള ഒരു പ്ലാൻ അവര് പറയുന്നത്. പക്ഷെ പല ആളുകളും ചോദിക്കുന്നത്, നമ്മൾ ഈ ശബരിമല എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു വിശ്വാസമുള്ള ഒരു സ്ഥലമാണ് ശബരിമല. അതെ, അങ്ങനെയാണ്, അല്ലാതെ ബിൽഡിംഗ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പേരിന്റെ അർത്ഥം തന്നെ അതാണ്. അപ്പം 2-3 ആളുകൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ ശബരിമലയിൽ പോവാൻ നമ്മൾ വ്രതം എടുത്ത് മാസങ്ങളോളം നമ്മൾ ഒരു പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും തീർച്ചയായിട്ടും കഷ്ടങ്ങൾ സഹിച്ച് അവിടെ പോണോന്നാണ് അതിന്റെ പിന്നിൽ. അപ്പോ ഇത്രയും ഈ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ട് ചില ആളുകൾ ഞങ്ങളുടെ ചോദിച്ചാണ്, എന്താ അവിടെ സർക്കാർ 5 സ്റ്റാർ ഹോട്ടൽ കൊണ്ടുവരാനാണോ നോക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും പാർക്കിംഗ് സൗകര്യം കൊണ്ടുവരാണ്? കഷ്ടപ്പെട്ട് ആൾക്കാർ അവിടെ പോകുമ്പോ ഇപ്പൊ ഉള്ള ഒരു സൗകര്യം മതി തന്നെ കൂടുതലാണ് ഇപ്പോ ഇല്ലേ. പണ്ട് അമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, പണ്ട് ശബരിമലയ്ക്കൊക്കെ പോവാൻ
മാലയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് വരത്തില്ല, സ്ത്രീകളുമായിട്ട് സംസാരിക്കില്ല, പിന്നെ പോയിട്ട് വരുന്നത് വരെ ഭയങ്കര സങ്കടമാണ്. കാരണം ആനയും പുലിയും ഒക്കെ ഉണ്ടെന്ന് പറയും. ഇന്ന് ആനയും പുലിയും ഒന്നും ഇല്ല അവിടെ. സത്യം പറഞ്ഞ ശബരിമല പോയിട്ട് വരുന്നവർ പറയുന്നത് ഹെലികോപ്റ്റർ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി. അതെ, ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ ഇനി എന്ത് കൊണ്ടിറക്കാന്നുള്ള എന്തെങ്കിലും പ്ലാൻ? ഇവിടെ നാട്ടിലുള്ള റോഡ് പണി നേരെ നടത്തി റോഡ് കറക്റ്റ് ആക്കുന്നില്ല. കുണ്ടും കുഴിയായിട്ടിരുന്ന് റോഡാണോ തോടാണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ. അതെ, ആ പരിഷ്കരണം ഇവിടെ നടപ്പാക്കാണ്ട് ശബരിമലയിൽ തന്നെ നടപ്പാക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഒന്നുമില്ല ചേച്ചി. ഇപ്പൊ നമുക്കറിയാലോ, സർക്കാരിന്റെ പല പ്രവൃത്തികളും കാരണം ഹിന്ദു സമൂഹം ഏറെക്കുറെ അകന്ന്. അതാണ് വളരെ സത്യം. അപ്പൊ അവരുടെ വോട്ടിന് കിട്ടണമെങ്കിൽ നമുക്കറിയാലോ, നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഭൂരിപക്ഷ സമുദായം അപ്പൊ അവരുടെ ഒരു വോട്ട് കുറച്ച് കിട്ടുക, അടുത്ത ഇലക്ഷനിൽ അവർക്ക് ഉള്ള സീറ്റെങ്കിലും നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ സർക്കാരിന് ഇതിന് പിന്നിലുള്ളൂ. സ്നേഹം കൊണ്ടോ ഒന്നുമല്ല ഈ കാണിക്കുന്നത്. അവർക്ക് വോട്ട് കിട്ടുക, ആ ഒരു ഇത് മാത്രമേ. അവര് വോട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. അടുത്ത ഭരണം കൂടെ അവരെ കയ്യിൽ കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോ എന്തായാലും ഇപ്രാവശ്യം ഒരു പ്രളയം ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അവർക്ക് അത് പറഞ്ഞിട്ട് വോട്ട് നേടാൻ എന്തായാലും ഇപ്രാവശ്യം പറ്റുന്നില്ല. അപ്പൊ ലാസ്റ്റ് നിമിഷം കിട്ടുന്ന ഓരോരോ അയ്യപ്പ സംഗമത്തിന് പോട്ടോ, അത് ഫോണിൻ പരിപാടി നടത്തട്ടെ, എന്താണെന്ന് ഒരു പിടിയുമില്ല. പക്ഷെ പാവം അയ്യപ്പനെ എന്തിനാണാവോ ഇതിലോട്ട് എല്ലാവരും ഇങ്ങനെ പിടിച്ചിടുന്നത്. കാരണം അയ്യപ്പൻ അങ്ങനെ ഒരു അമ്പലം ശബരിമല ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് പലയിടത്തും നമ്മൾ ദാരിദ്ര്യം കൊണ്ട് കൈ കഴിയാനായിരുന്നു ഇല്ലേ. അവിടുത്തെ വരുമാനമാണ് ഇവിടുത്തെ മെയിൻ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് സ്വത്തായിട്ട് കണക്കാക്കുന്നത്. അതിനെ ഇപ്പം എങ്ങനെ നശിപ്പിക്കാനെന്നുള്ളതാണ് നോക്കണം. ഞാൻ ചോദിക്കട്ടെ, ശബരിമല മല കയറി കാലിൽ ചെരുപ്പിടാതെയൊക്കെ പോയും ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മൾ എടുക്കുന്ന വ്രതത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ പോയിട്ട് വന്നാണ് നമ്മൾ ചിരിക്കുക അയ്യപ്പൻ. അല്ലെങ്കിൽ നമ്മളത് പറയണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ നമ്മളത് പറയണ്ട. മൂന്നാറ് പോണ്, പൊന്മുടി പോണ്, അല്ലേ, മറ്റേ കാശ്മീർ പോണ്, ഇതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സുഖവാസത്തിന് പോണം. അവിടെ എന്ത് വികസനമാണ്? അതെ, അവിടെ സർക്കാർ എന്ത് വികസനമാണ് ചെയ്യാൻ നോക്കുന്നത്? എന്താണ് ചെയ്യാൻ പോകുന്നത്? കോൺക്ലേവ് ഒക്കെ നടത്തുന്നതിലൂടെ എന്ത് വികസനമാണ് അവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? വെറുതെ ഇങ്ങനെ ഒരു നാലാൾക്കാരെ വിളിച്ച് വികസനം നടത്തുന്നതിനിടയിൽ കൂടെയാണ് ഒരു കാര്യമില്ല. അല്ല, ഈ വികസനം എന്ന് പറഞ്ഞു വന്നപ്പോൾ അവിടുത്തെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു, എന്തൊക്കെ നടക്കുന്നുവെന്ന് സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ നമുക്കൊന്നും അറിയില്ല. ഇപ്പം ശബരിമല എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ശബരിമല കാരണം അത് എന്ന് വെച്ചാൽ എന്തോ ഒരു വലിയ, പിന്നെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾക്കൊരു മങ്ങൽ വരുവാണ് ഇത്. ഹിന്ദു സമൂഹത്തിനോട് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല. ഹിന്ദുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ ശബരിമല ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ അങ്ങനെ ഒന്നും വേർതിരിക്കുന്നില്ല. പക്ഷെ ആരുടെയും വിശ്വാസങ്ങളെ തച്ചുടക്കരുത്. ശബരിമല ഒരു വലിയ പ്രശ്നമായിട്ട്. അതെ, ഹിന്ദുക്കളായിരുന്നാലും ക്രിസ്ത്യാനികളായിരുന്നാലും മുസ്ലിങ്ങൾക്കായിരുന്നാലും അവർക്ക് അവരുടേതായ വിശ്വാസം. തീർച്ചയായിട്ടും ആർക്കും അതിനെ ചോദ്യം ചെയ്യാനോ അവരിലേക്ക് കൈകെടുത്താനുള്ള ഒരു അവകാശവും. പക്ഷേ ഈ അയ്യപ്പനെ മാത്രം ഇങ്ങനെ ഇട്ട് എന്തിനാ കഷ്ടപ്പെടുത്തുന്നത് എനിക്കറിയില്ല. വികസനങ്ങൾ ശബരിമലയിൽ അവരാകുമ്പോ പെട്ടെന്നൊന്നും ചോദിക്കില്ല എന്നുള്ളൊരു ധൈര്യമായിരിക്കും. അല്ല, വികസനങ്ങളെല്ലാം ശബരിമലയിലേക്ക്, സംഗമങ്ങളെല്ലാം ശബരിമലയിലേക്ക്, കൃത്രിമങ്ങളെല്ലാം ശബരിമലയിലേക്ക്. എന്താണാവോ എനിക്കറിയില്ല, മനസ്സിലാവുന്നില്ല. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം എന്തിനും ഏതിനും അയ്യപ്പൻ. പാവമല്ലേ അദ്ദേഹത്തിന് വിട്ടൂടെ ഒന്ന് ഇനിയെങ്കിലും? നമുക്ക് എന്തായാലും ദോഷം ചെയ്യുന്നില്ല അല്ലേ ചേച്ചി? ഇപ്പൊ സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പിണറായി സർക്കാർ എന്താ പിന്നല്ലാതെ എന്താണ്. കാരണം ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, സർക്കാർ നശിപ്പിക്കുന്നത് ഇപ്പൊ ഉള്ള ആ ഒരു മുഖച്ഛായ ഇല്ലാതാക്കാനായിട്ട് നിങ്ങളായിട്ട് എന്തായാലും വീണ്ടും വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന് നേട്ടം ഉണ്ടാവുന്നത്, സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന എത്രയോ പരിപാടികളുണ്ട്. പാവപ്പെട്ടവർക്ക് ഇനി ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരവധി അവർ പരാതി പറയുന്നുണ്ട്. അതൊക്കെ ആദ്യം ഒന്ന് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ജനങ്ങൾ ഉണ്ടെങ്കിലേ നാളെ നിങ്ങൾക്ക് വോട്ട് ഇട്ട് തരാനായിട്ട് ആള് കാണത്തുള്ളൂ. അതാദ്യം നിങ്ങളുടെ മൈൻഡിലൊന്ന് കൊണ്ടുവരും. പലയിടങ്ങളിലും പല വികസനങ്ങളും കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരനായ ജനങ്ങൾക്ക്, താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അവർക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, അവർ നമുക്ക് വോട്ടിട്ട് തന്നതല്ലേ എന്നുള്ളൊരു 10% ആത്മാർത്ഥതയെങ്കിലും അവരെടുത്ത് കാണിച്ചൊന്നുകൊള്ളാതെ അയ്യപ്പനെ പുരോഗമനം വരുത്തിയിട്ടോ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിന് പുരോഗമനം വരുത്തിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിശ്വാസമാണ്.
അല്ലേ? വിശ്വാസമാണ് ഒരു ശക്തിയാണ്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വിട്ടിട്ട് സാധാരണക്കാർക്ക് ഗുണമുള്ളത് എന്തെങ്കിലും ചെയ്തുകൂടെ സർക്കാർ? കാരണം കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ പോകുന്നില്ല. കാരണം കോടതിയിലൊക്കെ കേസും കാര്യങ്ങളും അതിൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളുമായിട്ടിരിക്കുന്നത്, സ്ത്രീ പ്രവേശനത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടത്, പീഠം നഷ്ടപ്പെട്ടത്, എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്. ഇതെല്ലാം നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് ശബരിമലയിലാണ്. അപ്പോൾ ഈ ശബരിമല വിട്ട് സാധാരണക്കാരിലോട്ടൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു സർക്കാർ. ഇനിയെങ്കിലും അതിനൊന്ന് ശ്രമിക്കുക. അതേ ഉള്ളൂ.